അതിജീവിതയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മാം ആ നടപടി വരുന്നതിന് മുന്നേ മാമിന് ഒരു ടെൻഷനോ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ മാമിന് അത് അറിയാം എന്ന രീതിയിൽ മാമിന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ലെ? ആ ഒരു ആ ഡേയോട് അടുക്കുന്തോറും മാം ഒരു കുറച്ച് അസ്വസ്ഥയായിരുന്നു, അല്ലെങ്കിൽ മാമിന് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് അതിജീവിതയ്ക്ക് പോസിറ്റീവ് ആയിട്ടല്ല വരുന്നതെന്ന്. അങ്ങനെ അത് അത്രയും ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം എന്താ? ആ കുട്ടി ഷെയർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അത് സത്യസന്ധമായിട്ടല്ല ആ കേസ് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം. പിന്നെ ജുഡീഷ്യറിയെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് കുറച്ചില്ലാണ്ടായി. ഇപ്പം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഏറ്റവും പ്രധാന തെളിവ് ഇപ്പം ശബരിമലയിലെ കൊള്ള നടത്തിയവരെ ആലോചിച്ച് നോക്കൂ. ഇത് കൊള്ള നടന്നിട്ടില്ല എന്നുള്ളത് പോലെ ആരും ഇല്ലല്ലോ ജയിലിൽ, എല്ലാവരും പുറത്തല്ലേ, സുഖമായിട്ട് പുറത്ത് കിടക്കണം. തൊണ്ടി മുതൽ കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലാത്ത പോലെയല്ലേ സംഭവം നടക്കണേ. അപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകളുണ്ട്.